അയോധ്യ രാമക്ഷേത്രത്തിൽ സുരക്ഷാ വീഴ്ച, നിസ്കരിക്കാൻ ശ്രമിച്ചയാൾ പിടിയിൽ. ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അയോധ്യയിലെ രാമക്ഷേത്ര സമുച്ചയത്തിൽ സുരക്ഷാ വീഴ്ച സംഭവിച്ചതായി വെളിപ്പെടുത്തൽ. തെക്കൻ മതിൽ പ്രദേശത്ത് നിസ്കരിക്കാൻ ശ്രമിച്ച കാശ്മീരി യുവാവിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. നിസ്കരിക്കുന്നത് തടഞ്ഞതിനെ തുടർന്ന് യുവാവ് മുദ്രാവാക്യം വിളിച്ചതായി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. രഹസ്യ അന്വേഷണ ഏജൻസികളും പോലീസും വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം ക്ഷേത്ര ഭരണകൂടവും ട്രസ്റ്റും വിഷയത്തിൽ മൗനം പാലിച്ചിരിക്കുകയാണ്. രാമക്ഷേത്ര സമുച്ചയത്തിന്റെ തെക്കൻ മതിലുകളുള്ള നഗരമായ സീതാ രസോയിക്ക് സമീപം നമസ്കാരം നടത്താൻ യുവാവ് ശ്രമിച്ചതായി സ്രോതസ്സുകൾ വ്യക്തമാക്കുന്നുണ്ട്. കാശ്മീരി വസ്ത്രം ധരിച്ച യുവാവ് ഗേറ്റ് D1 വഴി രാമക്ഷേത്രത്തിൽ പ്രവേശിച്ചു. അറസ്റ്റിലായ യുവാവ് ഇപ്പോൾ കാശ്മീരിലെ ഷോപ്പിയാൻ നിവാസിയായ അഹമ്മദ് ഷെയ്ഖ് ആണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ദൃക്സാക്ഷികളെയും വൃത്തങ്ങളെയും ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞപ്പോൾ യുവാവ് മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങി. തുടർന്ന് സ്ഥലത്തുണ്ടായിരുന്ന സുരക്ഷാ സേന ഉടൻ തന്നെ ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. സംഭവത്തെക്കുറിച്ചുള്ള വിവരം ലഭിച്ചയുടനെ ഇന്റലിജൻസ് ഏജൻസികളും ലോക്കൽ പോലീസും മുതിർന്ന ഭരണ ഉദ്യോഗസ്ഥരും ഉടൻ തന്നെ നടപടി സ്വീകരിച്ചു. യുവാവിനെ ചോദ്യം ചെയ്യുകയും അയാളുടെ ഉദ്ദേശ്യങ്ങളും പശ്ചാത്തലവും വിശദമായി അന്വേഷിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് രാവിലെയാണ് സംഭവം നടന്നതെന്നാണ് വിവരങ്ങൾ. ജില്ലാ ഭരണകൂടം ഇതുവരെ ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടില്ല. രാമക്ഷേത്ര ട്രസ്റ്റ് മുഴുവൻ വിഷയത്തിൽ മൗനം പാലിച്ചിരിക്കുകയാണ്. വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ഒരു തരത്തിലുള്ള കിംവദന്തികളോടും ക്രമസമാധാന പ്രശ്നങ്ങളോ ഉണ്ടാകാതിരിക്കാൻ സുരക്ഷാ ഏജൻസികൾ എല്ലാ വശങ്ങളും അന്വേഷിക്കുന്നുണ്ടെന്ന് വൃത്തങ്ങൾ പറയുന്നുണ്ട്. അതേസമയം കുറച്ചുനാൾ മുൻപ് രാമക്ഷേത്ര സമുച്ചയത്തിനുള്ളിൽ സ്പെക്സ് ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കാനിരുന്ന ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഫോട്ടോ എടുക്കുകയായിരുന്ന ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സുരക്ഷാ കാരണങ്ങളാൽ രാമക്ഷേത്രത്തിനുള്ളിൽ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും നിരോധിച്ചിട്ടുണ്ടെന്ന് അർഷാദ് അഫ്സൽ ഖാൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഗുജറാത്തിലെ ബറോഡയിൽ നിന്നുള്ള ജാനി ജയ്കുമാർ എന്നയാളാണ് പ്രതിയെന്ന് അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തി. രാമജന്മഭൂമി പാതയിലെ എല്ലാ ചെക്ക് പോസ്റ്റുകളും കടന്ന് ക്ഷേത്ര സമുച്ചയത്തിനുള്ളിലെ സിംഗ് ദ്വാറിലെത്തിയപ്പോൾ ഒരു സുരക്ഷാ വാച്ചർ അയാളെ തടഞ്ഞു നിർത്തി ഫോട്ടോ എടുക്കുകയായിരുന്നു. രാമജന്മഭൂമി പാതയിലെ എല്ലാ ചെക്ക് പോസ്റ്റുകളും കടന്ന അയാൾ സമുച്ചയത്തിലെ സിംഗദ്വാറിനടുത്തെത്തി. ഈ സമയത്ത് അയാൾ തന്റെ സ്പെക്സ് ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോകൾ എടുക്കുകയായിരുന്നു. ക്യാമറ ലൈറ്റ് മിന്നിയപ്പോൾ അയാൾ സുരക്ഷാ വാച്ചറുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. വഡോദരയിൽ നിന്നുള്ള ഒരു ബിസിനസ്സുകാരനാണെന്ന് കസ്റ്റഡിയിലെടുത്ത യുവാവ് അവകാശപ്പെട്ടു. യുവാവിനെ ഉടൻ തന്നെ കസ്റ്റഡിയിലെടുത്തതായി പോലീസ് സൂപ്രണ്ട് ബൽരാമാചാരി പറഞ്ഞു. സ്പെഷ്യൽ ക്യാമറയുടെ വില 50 രൂപയാണെന്ന് റിപ്പോർട്ടുണ്ട്. യുവാവിനെ അറസ്റ്റ് ചെയ്ത് UP സ്പെഷ്യൽ സെക്യൂരിറ്റി ഫോഴ്സ് ജവാൻ അനുരാഗ് ബാജ്പേയിക്ക് പാരിതോഷികം നൽകുമെന്നും SP അന്ന് വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.